ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ തുടങ്ങേണ്ട. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഒരു ഈവനിങ് തുടങ്ങിയേണ്ട തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഉലുവച്ചീര വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവച്ചീര വെച്ചിട്ട് ഒരു പക്കോട ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലിട്ടിട്ടുണ്ട്. പിന്നെ കടലപ്പൊടി, 1 കപ്പ് കടലപ്പൊടി, 1 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് അരിപ്പൊടി, ഇവ മൂന്നും എടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട്, പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും കൊത്തി അരിഞ്ഞതും, പിന്നെ ഉലുവച്ചീരയും അതിലേക്ക് ഇട്ട്, ഉലുവയില നമ്മൾ ഈ പച്ചക്കറി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതും അതിലേക്കിട്ട് ഇതുപോലെ വറുത്ത് എടുത്തേക്കേണ്ട. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചിട്ടാണ് ആ മാവ് ഒന്ന് കലക്കിയെടുത്തേക്കണം കേട്ടോ. പിന്നെ വേണമെങ്കിൽ സോഡാപ്പൊടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വീർത്തൊക്കെ ഇരിക്കില്ല. അപ്പോൾ അത് അവർ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് നേരത്തെ കലക്കി വയ്ക്കുന്നതാണ്. അപ്പോഴാണ് ആ പൊങ്ങിയിരിക്കുന്നതും ആ സോഫ്റ്റ് ആവുന്നതൊക്കെ. അപ്പോൾ ഈ ചപ്പാത്തിക്ക് കൂടി കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു വെജ് കറിയുടെ റെസിപ്പി എളുപ്പം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സവാള പച്ചമുളക് വഴറ്റിയെടുത്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, പച്ചമുളക് അതെല്ലാം വഴറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കുറച്ച് മേത്തി ലീഫും കൂടി അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ മേത്തി ലീഫും സവാളയും ഈ ചപ്പാത്തിയിൽ കൊഴിച്ചത് കൊണ്ടാണ് ഈ ചപ്പാത്തിക്കും ഇങ്ങനെ ഹോള് വന്നേക്കണം. അപ്പോൾ സവാളയൊക്കെ വിട്ടുപോയപ്പോൾ ഇടയ്ക്ക് ഹോള് വന്നു. അപ്പോൾ അത് കുറച്ച് നേരത്തെ കൊഴിച്ച് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചത് ചേർക്കുക, പിന്നെ ഗരം മസാല ചേർക്കുക. ഗരം മസാല പൊടിക്കാത്തത് അതിൻ്റെ ഒപ്പം വഴറ്റി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതെല്ലാം വഴറ്റി പിന്നെ ഗരം മസാലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും ഇടുക, കുറച്ച് കുരുമുളക് പൊടി ഇടുക. ബട്ടറിലും ഓയിലും കൂടി മിക്സ് ചെയ്താണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ബട്ടർ ചിക്കൻ്റെയൊക്കെ അതേ ടേസ്റ്റും മണവും എല്ലാം ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇതിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നതിലും പറഞ്ഞ ആ റെസിപ്പിയിലും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ട്. ഞാൻ എളുപ്പം ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയത്തിൽ മാച്ച് കാണാൻ പോയതുണ്ട്. ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മവും ഉണ്ണിയും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ മെട്രോയിനാണ് അവിടെ ഇറങ്ങിയത്. അപ്പോൾ മെട്രോയിന് പോകുന്നതാണ് നമുക്ക് എളുപ്പം. മാച്ച് ഉള്ളപ്പോഴൊക്കെ റോഡ് നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾക്ക് 3 ടിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഭയങ്കര ഫുട്ബോൾ ഭ്രാന്തരാണ്. അവിടെ നല്ല ചെക്കിങ് ഉണ്ട്. അതിനുവേണ്ടി ക്യൂ നിൽക്കുകയാണ്. ലേഡീസ് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലേഡീസിൻ്റെ ഒരു ക്യൂ ഉണ്ടായിരുന്നുള്ളൂ, ജെൻസിൻ്റെ 3-4 ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ബാഗും വലിയ ബാഗൊക്കെ ആണെങ്കിൽ നമ്മളുടെ അവിടെ നിന്ന് വാങ്ങിച്ച് വെക്കും. പിന്നെ ബോട്ടിൽ വെള്ളം അതൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോഴുണ്ട് 2 പിള്ളേർ ഓടി വന്നിട്ട് ചോദിച്ചു, ചേച്ചി ടിക്കറ്റ് ഉണ്ടോ എക്സ്ട്രാ എന്ന് ചോദിച്ചു വന്ന്. ഇല്ല മോനെ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 3 എണ്ണമാണ് ഞങ്ങൾ വാങ്ങിച്ചോളുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വരില്ല എന്ന് പറഞ്ഞ കാരണം പിന്നെ 3 എണ്ണം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു 7:20 ആ ഒരു സമയമൊക്കെ ഉണ്ടായിട്ടുള്ളൂ, 7:15 ആയിട്ടുള്ളൂ. അപ്പോൾ അവരാണെങ്കിൽ ധൃതി പിടിക്കാൻ പോകാമെന്നും പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് ഫ്ലോർ മേളിലേക്ക് കയറണം കേട്ടോ. ഒരുപാട് നടന്ന് എത്ര ഉയരത്തിലാണ്, ഏറ്റവും മേളിലാണ് നമ്മുടെ സീറ്റിൽ നിന്ന് പോകാം. അവരെത്തിക്കഴിഞ്ഞു. എനിക്ക് പറ്റൂലത്. ആദ്യമൊക്കെ ഭയങ്കര സ്പീഡിന് എത്തി, കറങ്ങിയിട്ട് എത്തണില്ല. ഏറ്റവും മേളിലല്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇരുന്നത്. അപ്പോൾ അവിടെ നല്ല ഇതായിരുന്നു ഇരിക്കാനൊക്കെ, ഇഷ്ടംപോലെ സീറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന ആ മാച്ചിന് വന്ന അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു തിരക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞില്ല. കേരളത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. കേരളത്തിന് 1 ഗോളേ കിട്ടിയുള്ളൂ. പിന്നെ പഞ്ചാബിന് 3 ഗോള് കിട്ടിയിട്ടോ. അപ്പോൾ ആളുകൾക്കൊക്കെ നിരാശയായി. ആളുകളെല്ലാം അവിടുത്തെ പിന്നെ ഇറങ്ങി പോകുകയായിരുന്നു കേട്ടോ, ഓരോരുത്തരായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും വന്നില്ല എന്ന് കരുതി നമ്മളവിടെ തന്നെ നിന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഉണ്ണിയാണെങ്കിൽ അവിടെ നല്ല ബഹളത്തിൻ്റെ ഇടയ്ക്കാണ് ഉണ്ണി പോയി നിന്ന് കണ്ടത്. പിന്നെ പോകാമെന്ന് പറഞ്ഞ് ഉണ്ണീനെ കുറച്ച് കളിയാക്കി ഞങ്ങൾ പിന്നെ പോരാൻ നോക്കേണ്ട പോരാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. അപ്പോൾ നമ്മൾക്കിനി മെട്രോയിന് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ മെട്രോയിന് നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ ഹസ്ബൻഡ് അവിടെ വരാമെന്ന് പറഞ്ഞു കാറായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഞങ്ങളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാച്ച് കണ്ട് പോകണ്ട. തോറ്റു കുഞ്ഞമ്പാടി ഇതേ ഉണ്ണിക്കുട്ടൻ.
ഈ മെട്രോയിന് രാത്രി 10 മണിക്ക് ശേഷം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. പകുതി ടിക്കറ്റിൻ്റെ പകുതി ക്യാഷാണ് ആകുള്ളൂ. അപ്പോൾ മെട്രോയിന് ഇതുപോലെയൊക്കെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു 10 മണിക്ക് ശേഷം, കറക്റ്റ് 10 മണിക്ക് ശേഷമാണ് പകുതി കാശാവുള്ളൂ. അപ്പോൾ ആലുവയിലൊക്കെ പോകണമെങ്കിൽ ഒരു 20 രൂപ ഇതൊക്കെ ആകുള്ളൂ കേട്ടോ, കല്ലൂരിൽ നിന്ന് പോകണമെങ്കിൽ. അതിനിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ ഇന്ന് മേളിലത്തെ വലിയ ലൈറ്റ് ഇട്ടേക്കണം കാരണം കേട്ടോ ഇത്രയും വെട്ടമുള്ളത്. അതെ, നമ്മളുടെ പുതിയ നൈബർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ട. ഇനിയിപ്പോൾ തേപ്പൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നിവിടെ തീരേണ്ട. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരെയാണ്. ബാക്കി ഇനി കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.